അപ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അതിന്റെ കൂടെ. ചിലർക്ക് റമളാനിൽ ഖളാ വീട്ടാനുണ്ടാകും നോമ്പ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് 5 ദിവസമോ 6 ദിവസമോ 7 ദിവസമോ ഒക്കെ അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ രോഗം കാരണത്താലോ യാത്രകൾ കാരണത്താലോ നഷ്ടപ്പെട്ട നോമ്പുകൾ. ഈ നോമ്പുകൾ ഖളാ വീട്ടേണ്ടതുണ്ടല്ലോ. അപ്പോൾ 6 നോമ്പ് നോൽക്കുമ്പോൾ ഈ ഖളാഇന്റെ നിയ്യത്ത് കൂടി വെച്ചുകൊണ്ട് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാമോ? അപ്പോൾ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, റമളാനിലെ ഖളാ വീട്ടുക എന്നുള്ള ആ ഖളാ വീട്ടലും നടക്കും, ശവ്വാലിൽ 6 നോമ്പും ലഭിക്കും. ഇങ്ങനെ 2 നിയ്യത്തും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാമോ? അവിടെ നമുക്ക് പറയാനുള്ളത് അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്കറിയാം, ഒരു വർഷത്തെ നോമ്പിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തുലനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായും എത്ര നോമ്പ് വരേണ്ടതുണ്ട്? 36 നോമ്പുകൾ കൃത്യമായി വരേണ്ടതുണ്ട്. കാരണം അതിന്റെ കണക്ക് എങ്ങനെയാണ്? ഒരു നോമ്പിന് ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് കൂലി. അപ്പോൾ ഒരു നോമ്പിന് 10 നോമ്പിന്റെ പുണ്യമാണുള്ളത്. അപ്പോൾ 30 നോമ്പ് നോറ്റാൽ 30 × 10 300. പിന്നെ 6 × 10 60 360. അപ്പോൾ 360 ദിവസമാണ് ഏകദേശം ഒരു വർഷത്തിൽ ഉള്ളത്. അപ്പോൾ ഈ 360 ദിവസം ലഭിക്കണമെങ്കിൽ 36 നോമ്പ് കൃത്യമായി കിട്ടണം. അതുകൊണ്ട് തന്നെ ഖളാഇന്റെ നിയ്യത്തും ശവ്വാൽ 6 നോമ്പിന്റെ നിയ്യത്തും ഒരുമിച്ച് വെച്ചാൽ നോമ്പ് ഇരട്ടിക്കുന്നില്ല അവിടെ, മറിച്ച് അത് 30 ആയി തീരുന്നുള്ളൂ. മറിച്ച് 36 നോമ്പ് കൃത്യമായി പൂർണ്ണമായി വേണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സ്വാമ 6 അയ്യാമിൻ ബഅദൽ ഫിത്ർ, ആരാണോ 6 ദിവസം ബഅദൽ ഫിത്ർ, ഫിത്റിന് ശേഷം ഈദുൽ ഫിത്റിന് ശേഷം 6 നോമ്പ് നോൽക്കുന്നത് കാന തമാമസ്സന, അത് മുഴുവൻ വർഷവും നോമ്പ് നോറ്റതുപോലെയാണ്. കാരണം മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് കൂലി. അപ്പോൾ 36 ഉണ്ടെങ്കിലേ 360 ഉണ്ടാവുകയുള്ളൂ. അത് ഇബ്നു ഖുസൈമയുടെ സ്വഹീഹിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി. സൗബാൻ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്, സിയാമു റമളാൻ ബി 10 അശ്ഹുർ, റമളാനിലെ 30 നോമ്പ് 10 മാസത്തെ നോമ്പിന് തുല്യമാണ്. കാരണം 30 × 10 അപ്പോൾ 10 മാസം. വസിയാമു 6 അയ്യാമിൻ ബി ഷഹ്റൈൻ, 6 ദിവസത്തെ നോമ്പ് 2 മാസത്തിന് തുല്യമാണ്. അഥവാ 3 × 10 30 ഒരു മാസം, 3 × 6 60, അപ്പോൾ 2 മാസം. അപ്പോൾ 10 6 അപ്പോൾ 10 2 12 മാസമായി. ഫദാലിക സിയാമുസ്സന, അതാണ് ഒരു വർഷത്തെ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ് 36 ദിവസം പൂർണ്ണമായും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഖളാഇന്റെ നിയ്യത്തും അതേപോലെ തന്നെ ശവ്വാലിൽ 6 നോമ്പിന്റെ നിയ്യത്തും ഒരുമിച്ച് വെച്ച് ഒറ്റ നോമ്പിൽ അത് രണ്ടും കൂടി വീടുകയില്ല. മറിച്ച് റമളാനിലെ 30 നോമ്പുകളും നോറ്റ് വീട്ടേണ്ടതുണ്ട്. അത് പൂർണ്ണമായും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം. അപ്പോൾ റമളാനിലെ എണ്ണം പൂർത്തിയാക്കിയിട്ട് പിന്നെ വേണം ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ. അതുകൊണ്ടാണ് ഈ ഹദീസിൽ പ്രത്യേകം പറഞ്ഞത്, മൻ സ്വാമ റമളാന, റമളാനിലെ നോമ്പ് നോൽക്കണം, സുമ്മ അത്ബഅഹു 6 മിൻ ശവ്വാൽ, പിന്നീട് ശവ്വാലിലെ 6 നോമ്പ് നോക്കണം. അപ്പോൾ 36 നോമ്പ് കൃത്യമായി ഉണ്ടായിരിക്കണം. ഖളാഉം ശവ്വാലിൽ 6 നോമ്പും ഒരുമിച്ച് നിയ്യത്താക്കാൻ പാടില്ല എന്നർത്ഥം. പിന്നീട് ചോദിക്കാറുള്ള ചോദ്യം, റമളാനിലെ നോമ്പ് ഖളാ വീട്ടിയതിന് ശേഷമാണോ ശവ്വാലിലെ നോമ്പ് നോൽക്കാൻ പറ്റുന്നത്? അതല്ല, ശവ്വാലിൽ 6 നോമ്പ് നോൽക്കുകയും പിന്നീട് ഖളാ വീട്ടാനുള്ളത് തൊട്ടടുത്ത റമളാനിന് മുമ്പ് ഏതെങ്കിലും മാസം നോറ്റ് വീട്ടിയാൽ പോരെ എന്നാണ്. അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും ശരിയായ അഭിപ്രായം, ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത്, റമളാനിൽ ഖളാ ഉള്ളത് ആദ്യം വീട്ടണം.